ജോലി തിരക്കിനിടയിൽ അല്പം വിനോദമൊക്കെ വേണമെന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. നമുക്കൊരു ഡാൻസ് ആയാലോ? കരുനാഗപ്പള്ളിയിൽ നിന്നുള്ള ഒരു റിപ്പോർട്ടാണ് നമുക്കിനി കാണാനുള്ളത്. ജയലളിത ചേച്ചിയുടെ ഓഫീസ് ഡാൻസ് സൂപ്പറാണ്. ഇതിപ്പോൾ വൈറലാണ്. ഒന്ന് കണ്ടു നോക്കിയേ. കരുനാഗപ്പള്ളിയിൽ മാത്രമല്ല, പരിസര പ്രദേശങ്ങളിലൊക്കെ വൈറലോടെ വൈറൽ. കൊല്ലം ജില്ലയിലെ അഴീക്കൽ 5-ാം വാർഡിലാണ് നമ്മളുള്ളത്. ഇവിടുത്തെ ഒരു തൊഴിലുറപ്പ് തൊഴിലാളികളുടെ ആഘോഷങ്ങളും നൃത്തങ്ങളുമാണ് ഇന്ന് സാമൂഹ്യ മാധ്യമങ്ങളിൽ തരംഗമാകുന്നത്. അവരോടൊപ്പമാണ്, അവരുടെ വിശേഷങ്ങൾക്കൊപ്പമാണ് ഇന്നത്തെ വാർത്ത. ജോലി സമയത്തെ ഇടവേളകൾ എങ്ങനെ ആനന്ദകരമാക്കാമെന്ന ചോദ്യത്തിന് ഉത്തരമാണ് ഇവർ നൽകുന്നത്. ഇവരുടെ നൃത്തം ഇന്ന് സമൂഹ മാധ്യമങ്ങളിലും തരംഗമാണ്. എലിക്കൽ നിന്നവളെ തത്തക്കിളിച്ചുണ്ട് പമ്പഴം കാടിച്ചും എന്നോട് പുന്നാരം പറഞ്ഞവരെ. ജീവിതത്തിന്റെ വേദനകൾ മറക്കുന്നതിന് ജോലിയും നൃത്തവും സഹായിക്കുമെന്ന് ജയലളിത ചേച്ചി പറയുന്നു. വീടിനകത്ത് പലതരം മാനസികമായിട്ടുള്ള വിഷമങ്ങള്, ദുഃഖങ്ങളും അവരെ വേട്ടയാടും. അപ്പൊ 4 പേരുടെ മുമ്പിൽ വന്ന് നിന്നവർക്ക് പറയാനൊരു വിഷമവും, കാരണം അവരിങ്ങനെ വിഷമിച്ച് മാറി ഇങ്ങനെ ഇരിക്കും. അങ്ങനെ ഇരിക്കുന്ന കാണുമ്പോൾ തന്നെ നമുക്കറിയാം, ഒന്നീ ഭർത്താവുമായിട്ട് വഴക്കിട്ട്, അല്ലെങ്കിൽ മക്കളുമായിട്ട് വഴക്കിട്ട്. കൂട്ടുകാരിയുടെ നർമ്മവും പാട്ടും നൽകുന്നത് വലിയ ആത്മവിശ്വാസമെന്നാണ് ഒപ്പം ജോലി ചെയ്യുന്നവരും പറയുന്നത്. ആൾ വളരെ പോസിറ്റീവായി ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന ആളാണ്. എപ്പോഴും ചിരിച്ചുകൊണ്ടാണ് ഈ തൊഴിലിടങ്ങളിൽ എത്തുന്നത്. എപ്പോഴും കഥയും തമാശയും പറയുന്ന ഒരാളാണ്. വളരെ സന്തോഷം. നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോട്ടെ. പാട്ടിലൂടെയും നൃത്തത്തിലൂടെയും അധ്വാനത്തിന്റെ ക്ഷീണം മറന്ന് അവർ അങ്ങനെ ആടിയും പാടിയും ജോലി തുടരുകയാണ്. തൊഴിലിന്റെ കാഠിന്യവും ജീവിത പ്രയാസങ്ങളും ഒട്ടും തൊഴിലിനെ ഏശാതിരിക്കാൻ ഇവർ ആടുകയും പാടുകയുമാണ്. പ്രായത്തിന്റെ വ്യത്യാസമില്ലാതെ, പ്രായത്തിന്റെ ലാഞ്ചനകൾ ഏശാതെ ഒരു കൂട്ടം തൊഴിലുറപ്പ് തൊഴിലാളികൾ ഇങ്ങനെ പാടുമ്പോൾ അവർക്കൊപ്പം ചുവട് വെക്കാതെ എങ്ങനെ മുന്നോട്ട് പോകാൻ കഴിയും? രാജ്യത്തെ തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് തന്നെ അഭിമാനമാണ് ആലപ്പാട് 5-ാം വാർഡിലെ ഈ തൊഴിലുറപ്പ് തൊഴിലാളികളായ സ്ത്രീകൾ. കൊല്ലത്തുനിന്ന് ക്യാമറാമാൻ രാജ്കിറിനൊപ്പം അരുൺ രാജ്, 24. എന്തായാലും ഈ ചേച്ചിമാർക്കൊരു വലിയ സല്യൂട്ട്.